മൂന്നാർ ദേശീയപാത അടഞ്ഞതോടെ മൂന്നാറിലേക്കുള്ള യാത്ര ഒറ്റപ്പാലത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. തകർന്ന കൈവരികളുള്ള ഇടുങ്ങിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ യാത്ര. മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും അപകട ഭീഷണിയുമൊക്കെ മൂന്നാറുകാരുടെ ജീവിതം അല്ലെങ്കിൽ അതെല്ലാം ദുരിതം ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസേന. CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ദേശീയപാതയിൽ ഏർപ്പെടുത്തിയ പൂർണ്ണ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. ഇതോടെ മൂന്നാർ ടൗണിലേക്കും ദേശീയപാതയിലൂടെ മറ്റ് പ്രദേശങ്ങളിലേക്കും പോകാൻ പോലീസ് സ്റ്റേഷന് സമീപത്തെ ചെറിയ പാലം മാത്രമാണ് ഏക ആശ്രയം. പാലത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് ബസ്സുകളും മറ്റ് വലിയ വാഹനങ്ങളും പാലത്തിലൂടെ കടത്തിവിടുന്നില്ല. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. എന്നാൽ ഇടുങ്ങിയ പാലവും തകർന്ന കൈവരികളും യാത്രയെ കൂടുതൽ അപകടകരമാക്കുകയാണ്. ഒരേ സമയം വളരെ കുറച്ച് വാഹനങ്ങൾക്ക് മാത്രമേ പാലം കടക്കാൻ കഴിയൂ. ഗതാഗത നിയന്ത്രണം പോലീസിന് വലിയ തലവേദനയാവുകയാണ്. மூணார்ல இப்போ பழைய மூணார் பாகத்தில் உள்ள CSI சர்ச் பக்கத்துல மண் இடிஞ்சதுனால இப்போ எல்லா வண்டிகளும் போக்குவரத்து எல்லாமே வந்து நமக்கு மூணார் போலீஸ் ஸ்டேஷன் ஹைவே வழி வந்து ஒரு சின்ன பாலம் இருக்கு. அந்த பாலத்து வழி வந்து போஸ்ட் ஆஃபீஸ் ஜங்ஷன்ல போய் ஜாயிண்ட் ஆகுது. இந்த பாலமும் கொஞ்சம் இடிகிற கண்டிஷன்ல இருக்குது. ரொம்ப வண்டிகள் ஹெவி வெஹிக்கிள்ஸ் அந்த பெரிய கட்டன்ஸ் லாரியும் பெரிய பெரிய பஸ்களோ வந்து போனுச்சுன்னா ரொம்ப நாளைக்கு அதிக மழை பெய்து கழிஞ்சா ரொம்ப நாளைக்கு தாக்கு பிடிக்க முடியாது. இந்த பாலம் ரொம்ப அபகடத்துல இருக்குது. அந்த CSI பக்கத்துல உள்ள மண் இடிஞ்சல கொஞ்சம் சரியாக்கி செஞ்சு விட்டாச்சுன்னா நமக்கு மெயின் கூட சிட்டிக்கு வர பஸ்ஸுகளும் பொதுமக்களுக்கு வர சின்ன வாகனங்களும் ஆட்டோ ரிக்ஷாவும் எல்லாம் போய் வந்து നല്ല ഈസിയാ இருக்கும். സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്കാരും രോഗികളുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അടിയന്തര ചികിത്സയ്ക്കായി പോകുന്ന ആംബുലൻസുകൾ പോലും ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്നു. മഴ ശക്തമായാൽ നിലവിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.